മറ്റ് പാർട്ടിയിലെ അംഗങ്ങളെ ചാക്കിട്ട് പിടിച്ച് ഭരണം നേടുന്ന ബിജെപിയുടെ തന്ത്രം പരീക്ഷിച്ച് വിജയിച്ച ഒരു പഞ്ചായത്തുണ്ട് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള മഞ്ചേശ്വരം പഞ്ചായത്ത്. ഏക കോൺഗ്രസ് അംഗത്തിന്റെയും 2 ഇടത് സ്വതന്ത്രരുടെയും പിന്തുണയോടെയാണ് UDF ഭരണം അട്ടിമറിച്ചത്. വോട്ടെടുപ്പിൽ നിന്ന് SDPI അംഗങ്ങളും വിട്ടുനിന്ന് സഹായിച്ചു. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള പഞ്ചായത്താണ് മഞ്ചേശ്വരം. കഴിഞ്ഞ 3 പതിറ്റാണ്ട് UDFനായിരുന്നു ഭരണം. ആകെ 21 അംഗ ഭരണസമിതിയിൽ UDFന് 9 അംഗങ്ങൾ. ഇതിൽ മുസ്ലിം ലീഗിന് 6ഉം മുസ്ലിം ലീഗ് സ്വതന്ത്രർ 2ഉം കോൺഗ്രസ് സ്വതന്ത്രർ 1ഉം. 6 അംഗങ്ങളാണ് BJPക്ക്. 2 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയോടെ LDFന് 4, SDPIക്ക് 2 അംഗങ്ങൾ പഞ്ചായത്തിലുണ്ട്. 6 അംഗങ്ങളുണ്ടായിരുന്ന BJP കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച അംഗത്തെ ചാക്കിലാക്കി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി. 2 ഇടത് സ്വതന്ത്രരുടെ പിന്തുണയും BJP ഉറപ്പുവരുത്തി. SDPI വിട്ടുനിന്നു. ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗിനേക്കാൾ 1 അംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ BJP തങ്ങളുടെ തന്ത്രം വിജയിപ്പിച്ചു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച അവരുടെ ഭർത്താവിനെ മംഗലാപുരത്ത് വെച്ച് പല രീതിയിൽ പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി BJP അവരെ കൊണ്ടുപോയി അവരെ പ്രസിഡൻ്റാക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ BJPക്ക് 6 സീറ്റുള്ള BJP അവരെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി. അതോടൊപ്പം LDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവരെയും ഇവർക്ക് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ അവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നടത്തി. അതുപ്രകാരം അവരുടെ സപ്പോർട്ട് കിട്ടി. അങ്ങനെ അവർ 7-1-8 ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് വിജയിച്ച 20-ാം വാർഡിലെ സ്ഥാനാർത്ഥി അവരോട് പറഞ്ഞു, ഞങ്ങൾ 3-ാം മുന്നണിയാണ് ഈ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്ത് ഭരിക്കാൻ വരുന്നതെന്ന് കള്ളം പറഞ്ഞ് അവർ ഈ സ്ത്രീക്ക് വോട്ടെടുപ്പിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെയുള്ള കുതന്ത്രത്തിലൂടെയാണ് അവരുടെ കൂടി വോട്ട് നേടി 9 വോട്ട് അവർ നേടുകയും. BJPയുടെ തന്ത്രം വിജയിച്ചപ്പോൾ ലീഗിന് നഷ്ടമായത് 3 പതിറ്റാണ്ട് കാലത്തെ തുടർച്ചയായ ഭരണം. നമുക്കെതിരായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ചില വിനയായിട്ടുണ്ട്. BJPയും അതുപോലെ തന്നെ ഇവിടുത്തെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഒന്നിച്ചുള്ള ഒരു കൂട്ടുകെട്ട് നമുക്ക് ഭരണത്തിൽ കയറാൻ ഒരാളുടെ കുറവ് കൊണ്ട് അത് അസാധ്യമായി. BJP തന്ത്രം തിരിച്ചറിയാനോ പ്രതിരോധിക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല. BJP അല്ലെങ്കിൽ RSS പോലെയുള്ള തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് ഈ മതേതര കൂട്ടുകെട്ട് പൊട്ടിക്കണമെന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രലോഭിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഞങ്ങളിൽ നിന്നും അടർത്തിക്കൊണ്ടുപോയി അത് ഒരു ഘടകമായി മാറി എന്നുള്ളതാണ്. ലീഗിന്റെ പരാജയം SDPIയും ആഗ്രഹിച്ചിരുന്നു. BJP തന്ത്രം വിജയിക്കുമെന്നറിഞ്ഞിട്ടും വിട്ടുനിൽക്കാനുള്ള SDPIയുടെ തീരുമാനമുണ്ടായത് അങ്ങനെയാണ്. ഭരണം വഹിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അതിനെ ഇവിടെ BJP ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് അത് ഭരണം അട്ടിമറിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. SDPIയെ വെറുതെ വലിച്ചഴിച്ചുകൊണ്ട് SDPIയെ താറടിക്കുവാൻ വേണ്ടി നോക്കുകയാണ്. SDPIക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട്. ഒരു വശത്ത് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞെങ്കിൽ BJPക്ക് കൊടുത്താലും SDPIയിലേക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി പോലും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഞങ്ങൾ വാക്ക് പറഞ്ഞത്. അതുകൊണ്ട് അതുമാത്രമല്ല, ഞങ്ങളുമായിട്ട് ഒന്ന് ഇരിക്കാനോ അവർ സമ്മതമായിരുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറായിരുന്നില്ല. 3 വാർഡുകൾ വർദ്ധിച്ച് 24 വാർഡുകളാണിപ്പോൾ. ഇതിൽ ഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ച് അധികാരം പിടിച്ചെടുക്കലാണ് മുന്നണികളും പാർട്ടികളും ലക്ഷ്യമിടുന്നത്. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.